Mariandile dog, Yohanan down dog, Henu never lock Visanelo fine, Yesara Mena. സഹിതം വന്ദിതനി പരികീർത്തിതനി കൃപസേനം ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ഹബീബായി ബാറക്കുമോ. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകരും ആയിത്തീരുന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചു, എങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ചു. ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളിപ്പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന് പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമര്യ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു. അവനെ കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. ആമീൻ. ഹബീബായി ബാറക്കുമോ. റോമർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്കുമോ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു.
അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആഹായ് ബാറക്കുമോ. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്നും പരിശുദ്ധ കന്യകയിൽ നിന്ന് ജഡം ധരിച്ച ദൈവത്തിന്റെ വചനവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇപ്രകാരം ഇവ സംഭവിച്ചു. ഇതാ ദീർഘദർശിമാരെയും ജ്ഞാനികളെയും സഫ്രയന്മാരെയും ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ കൊല്ലുകയും ചിലരെ കുരിശിൽ തറയ്ക്കുകയും ചിലരെ സംഘാലയങ്ങളിൽ വെച്ച് അടിക്കുകയും ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും. അത് പുണ്യവാനായ ഹാബേലിന്റെ രക്തം മുതൽ ദേവാലയത്തിന്റെയും പീഠത്തിന്റെയും മധ്യേ വെച്ച് നിങ്ങൾ വധിച്ച ബർക്കിയാപുത്രനായ സ്കറിയായുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ടിട്ടുള്ള പുണ്യവാന്മാരുടെ സർവരക്തവും നിങ്ങളുടെ മേൽ ബാധിപ്പാനായി തന്നെയാകുന്നു. ഇവ മുഴുവൻ ഈ വംശത്തെ ബാധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ദീർഘദർശിമാരെ കൊല്ലുന്നതും തന്റെ അടുക്കിലേക്ക് അയച്ചവരെ കല്ലെറിയുന്നതുമായ ഊർസ്ലേമേ, ഊർസ്ലേമേ, പിടക്കോഴി സ്വന്തം കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ എത്ര തവണ ഞാൻ ആഗ്രഹിച്ചു, നിങ്ങൾ സമ്മതിച്ചില്ല. ഇതാ നിങ്ങളുടെ ഭവനം ശൂന്യമായ വിധം ത്യജിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇത് മുതൽ നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു എന്ന് പറയുന്നത് വരെ എന്നെ കാണുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് താൻ കൽപ്പിച്ചരളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ.
മകനിരുത്തും ദേശയ്ക്കായി പരികർമ്മിക്കും സുതൻ കുരിശാപാരകലീത ഉടയുന്നോരോടി ഹാലേലൂയ ചൂടും മകുടത്തിൽ Slovengalos. നാം എല്ലാവരും നമസ്കരിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരാകണമേ. സ്വർഗീയ ദാനങ്ങളെ നൽകുന്നവനും മനുഷ്യ സ്നേഹത്തിന്റെ അളവില്ലാത്ത സമുദ്രവും ദരിദ്രന്മാർക്കും ദുഷ്ടതിക്കാർക്കും തന്റെ സമ്പത്തിനെ വിതറിക്കൊടുത്ത് അവരെ ധനികരാക്കുന്ന ദാനസമ്പന്നനും തന്റെ മണവറയിൽ ഇമ്പപ്പെടുവാനായി ദൂരസ്ഥന്മാരെയും സമീപസ്ഥന്മാരെയും ക്ഷണിച്ച ജീവന്റെ തുറമുഖവും അസൂയ കൂടാതെ തന്നെ കൈക്കൊള്ളുവാനായി പ്രജാതികളെയും സ്വജാതികളെയും പ്രേരിപ്പിക്കുന്നവനും കവർച്ച ചെയ്യപ്പെടുവാൻ പാടില്ലാത്ത സമ്പത്തുമായിരിക്കുന്ന എന്റെ കർത്താവേ, ഈ നേരത്തിൽ ഞങ്ങളുടെ ബലഹീനതയിൽ നീ സൂക്ഷിച്ചു നോക്കണമേ. വെടിപ്പോടെ നിങ്കിലേക്ക് അടുത്തു വരുവാനും വിശുദ്ധങ്ങളും ജീവിപ്പിക്കുന്നതുമായ നിന്റെ രഹസ്യങ്ങളിൽ കുറ്റം കൂടാതെ സംബന്ധിക്കുവാനും അതുമൂലം ഞങ്ങളുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടുവാനും ഞങ്ങളുടെ ദേഹികൾ വെണ്മയാക്കപ്പെടുവാനും ഞങ്ങളുടെ മനസാക്ഷികൾ നിർമ്മലീകരിക്കപ്പെടുവാനും പാപത്തിന്റെ സകല മലിനതകളിൽ നിന്നും കറകളിൽ നിന്നും ഞങ്ങൾ വെടിപ്പാക്കപ്പെടുവാനും നിന്റെ കൃപയാൽ ഞങ്ങളെ ഒരുക്കണമേ. നിനക്ക് വിശുദ്ധ കുർബാന പൂർത്തീകരിക്കപ്പെടുന്ന ഈ സമയത്ത് സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുൽഹുനൗമോസോ ദഹായായ് ലോൽമീ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ഈ വന്യപിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ഓർക്കാതെ മായിച്ച ഇല്ലായ്മ ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ വളരെയും വലിയതുമായ എന്റെ അസംഖ്യ പാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകലജനത്തിന്റെ പാപങ്ങളെയും മായിച്ച് ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ദൈവമായ കർത്താവേ, നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, അവയാ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മാത്രമുള്ള നിന്റെ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ദേഹികളെയും ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ച് അനുഗ്രഹങ്ങളും മനോഗുണവുമാകുന്ന പനിനീർ അവരുടെ അസ്ഥികളിൽ മേൽ തളിക്കണമേ. മഹത്വത്തിന്റെ ഉടയവനായി ഞങ്ങളുടെ രാജാവും നാഥനുമായ മശിഹാ കർത്താവേ, ഞങ്ങൾക്കും അവർക്കും വിമോചനവും വിമോചകനും നീ തന്നെ ആയിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരം അരുളി ചെയ്ത് ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ.
ഞങ്ങളെ സഹായിക്കുവാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ കഠിനതരങ്ങളായ സകല ശിക്ഷകളെയും നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപസൂചകങ്ങളായ വടികളെ ഞങ്ങളിൽ നിന്ന് വിലക്കി നീക്കി കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അവസാനം ഞങ്ങൾക്ക് സൗജന്യമായി നൽകി നല്ല അന്ത്യത്തിന് ഞങ്ങളെ എല്ലാവരെയും നീ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ മനസ്സോടെ കാഴ്ചയായി സ്വയം അർപ്പിക്കുകയും ഞങ്ങളെ മനുഷ്യവർഗത്തോട് കോപിച്ചിരുന്ന പിതാവായ ദൈവത്തെ തന്റെ തിരുമേനോട് വലിയ നിരപ്പാക്കുകയും മേലുള്ളവരെയും താഴെയുള്ളവരെയും യോജിപ്പിക്കുകയും തന്റെ വിലയേറിയ രക്തത്താൽ സകലരെ രമ്യപ്പെടുത്തുകയും ചെയ്ത ആചാര്യനും പ്രധാനാചാര്യനുമായ മിശിഹാ തമ്പുരാനെ, സകലത്തിന്റെയും നാഥാ, നിന്റെ കരുണയാലും ദയവാലും ഈ നേരത്തിൽ നിന്റെ മുമ്പാകെ നിൽക്കുന്ന എന്റെ ബലഹീനതയെ നീ കൈക്കൊള്ളണമേ. എന്റെ ആത്മാവിന്റെ അശുദ്ധതയിൽ നീ സൂക്ഷിച്ചു നോക്കിയിട്ട് വിശുദ്ധ റൂഹായുടെ കൃപയിൽ നിന്ന് നിന്റെ ഈ ജനത്തെ വിരോധിക്കരുതേ. എന്റെ കർത്താവേ, എന്റെ കുറ്റങ്ങളും പിഴകളും നിമിത്തം എന്റെ വിചാരങ്ങളുടെ അശുദ്ധതയിൽ നീ സൂക്ഷിച്ചിട്ട് നിന്റെ ഇടവകയിൽ നിന്ന് നിന്റെ മുഖം തിരിച്ചു കളയരുതേ. എന്റെ കർത്താവേ, എന്റെ നിരൂപണയുടെ മലിനതയിൽ നീ പരിശോധിച്ചിട്ട് നിന്റെ ആളുകളുടെ നിലവിളിയിൽ നിന്ന് നീ ഉദാസീനനായിരിക്കരുതേ. എന്റെ കർത്താവേ, ഞാൻ ചെയ്തിട്ടുള്ള ധർമ്മങ്ങളിൽ സൂക്ഷിച്ചിട്ട് നിന്റെ ജനത്തിൽ നിന്നോ നിന്റെ കരുണയാർന്ന കൃപയെ നീ അകറ്റിക്കളയരുതേ. എന്റെ കർത്താവേ, എന്റെ കൈകൾ ചെയ്തിട്ടുള്ള അന്യായങ്ങളും പാപങ്ങളും നിമിത്തം നിന്റെ തിരുനാമത്തെ വഹിച്ചിരിക്കുന്നവരുടെ കുർബാനകളിൽ നിനക്ക് വെറുപ്പ് തോന്നരുതേ. എന്റെ കർത്താവേ, നിന്റെ മുമ്പാകെ വെച്ചിരിക്കുന്ന കുർബാനയിൽ നിന്നോ എന്റെ ശരീരത്തിന്റെ പിഴകളും എന്റെ ആത്മാവിന്റെ വഷളത്വവും നിമിത്തം നീ ഉദാസീനനായിരിക്കരുതേ. കർത്താവേ, പാപിയും ത്യാജ്യനുമെന്ന പോലെ എന്നിൽ സൂക്ഷിക്കുകയും എന്റെ നിമിത്തം നിന്റെ ജനത്തോട് നീ കോപിക്കുകയും വരുതേ. കർത്താവേ, എന്റെ നാവ് കൊണ്ട് ഉച്ചരിക്കപ്പെട്ടിട്ടുള്ള നിന്ദ്യങ്ങളായ സംസാരങ്ങളെ നീ ഓർക്കരുതേ. കണ്ടാലും ഈ നേരത്തിൽ നിന്റെ മുമ്പാകെ വന്നുകൂടിയിരിക്കുന്ന നിന്റെ മക്കൾക്ക് അനുഗ്രഹങ്ങളും കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ പ്രാർത്ഥനകളും യാചനകളും നിഷ്പ്രയോജനങ്ങളായി തീരരുതേ. എന്റെ കർത്താവേ, എന്റെ സ്വന്തം തിന്മയിൽ നീ സൂക്ഷിച്ചിട്ട് രക്ഷിക്കപ്പെട്ടവരും നിന്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടിട്ടുള്ളവരുമായവരിൽ നിന്ന് നിന്റെ കരുണയുടെ ദാനത്തെ നീ വിരോധിക്കരുതേ. എന്നാലോ കർത്താവേ, നിന്റെ ചെവി ചായ്ച്ച എന്റെ അപേക്ഷയെ കേൾക്കണമേ. എന്റെ ഹൃദയത്തിന്റെ അശുദ്ധതയെ നീ നിർമ്മലീകരിക്കണമേ. നിന്റെ കരുണയാവുന്ന സോപ്പായാൽ എന്റെ കറകളെ വെണ്ണയാക്കണമേ. പാപത്തിന്റെ സകല മലിനതകളിൽ നിന്നും എന്റെ നിരൂപണയെ നീ വെടിപ്പാക്കണമേ. എന്റെ അധരങ്ങൾ ആക്ഷേപകരവും നിന്ദാകരവുമായ സംഭാഷണം ചെയ്യാതിരിക്കുവാനായി എന്റെ വായ്ക്കും എന്റെ അധരങ്ങൾക്കും എന്റെ നിരൂപണയ്ക്കും നീ കാവൽക്കാരെ നിയമിക്കണമേ. ഉണർവിലും ഉറക്കത്തിലും എന്റെ നേരെ ജ്വലിക്കുന്ന നിന്ദ്യങ്ങളും അശുദ്ധങ്ങളുമായ വിചാരങ്ങളാൽ എന്റെ ഹൃദയം മലിനപ്പെടുവാൻ ഇടയാകരുതേ. വ്യർത്ഥമായ സ്മരണകളിലും അന്യായമായ ചിന്തകളിലും ഉൾപ്പെടാതിരിക്കാനായി നിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും
നിന്റെ ന്യായവിധിയെ കുറിച്ചുമുള്ള ഭയത്താൽ എന്റെ നിരൂപണയെ നീ ബന്ധിക്കണമേ. കർത്താവേ, ആത്മാവിന്റെയും ശരീരത്തിന്റെയും വെടിപ്പോടും ഞാൻ നിന്നെ വിളിക്കുവാനും നീ എന്നോട് ഉത്തരമരുളുവാനും ഞാൻ അപേക്ഷിക്കുവാനും എനിക്കും ഈ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന ഈ നേരത്ത് നിന്റെ മുമ്പാകെ നിൽക്കുന്ന നിന്റെ ഇടവക മുഴുവനും വേണ്ടി അനുഗ്രഹങ്ങളും കരുണയും പാപങ്ങളും മോചനവും കൈക്കൊള്ളുവാനായിട്ട് നീ കൃപ ചൊരിയണമേ. എന്തെന്നാൽ നീ ഉത്തമനും മനുഷ്യ സ്നേഹിയുമാവുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വപുകുലസ്ബാൻ ലവൽമീ. കർത്താവിന്റെ ശുശ്രൂഷകളിൽ അവിടുത്തെ പ്രാർത്ഥനയാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുവാനാകണമേ. മെന്നാലോ ഹോനോ കാവേൽ ഹുസയോദ് ഹാവേ വൽശുക്കാനോ താതോഹി ബത്രായഹുനൽ മൽ ഓലാം വൽമീ. Enodom hilo hatoyo eneunimar Kadish avo Kadisho Kadish Bro Kadisho Kadish Ruho Hayo Kadisho Dam Kadesh Lefermod Hatoyo Avde Kadoes Mesraham Al-Navishosa Davohai Ravonan Manfonyan Vadanidan Vatkulahunanida Mahaimne Eldadaito Kadishito Batraihun Almal Lam Olmi ആർക്കുമൂർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ വന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടാത്തതുമായ സകലത്തെ സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങളുടെ പിതാവിനും പ്രകാശമുള്ള പ്രകാശം സത്യദൈവമുള്ള സത്യദൈവവും ജനിച്ചതിന് സൃഷ്ടിയില്ലാത്തവനും സർവ്വപിതാവിന്റെ സന്തതവനും സകലവും താങ്ങുവാനുമായ നിമിഷം മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്കുവേണ്ടി വിശുദ്ധ റൂഹായ ശരീരത്തിരുന്ന മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി കൃഷ്ണപ്പെട്ട് കൃഷ്ണപ്പെട്ട് മൂന്നാം ദിവസം കരേറി തന്റെ ജീവനുള്ളവരെ മരിച്ചുവെച്ചിരിപ്പാൻ തന്റെ മോത്തവിക്കുവാനും തന്റെ രാജ്യമായ യേശുമിശിഹായ ഏകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, വാത്സല്യമുള്ളവരെ, അടിയങ്ങൾ അർപ്പിക്കുന്ന കുർബാന സ്വീകാര്യോഗ്യമാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമായി ഏറ്റുപറഞ്ഞ് വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ.
ശ്രേഷ്ഠാചാര്യൻ Staumen kalos പരിശുദ്ധനും കാരുണ്യവാനുമായ കർത്താവേ, നിന്റെ ഏകപുത്രൻ മുഖാന്തരം ഈ ആത്മീയാവേശ ഞങ്ങൾക്ക് നീ ഒരുക്കി തന്നുവല്ലോ. രക്താർപ്പതമല്ലാത്ത ഈ ബലിയർപ്പണം ഞങ്ങളിൽ നിന്ന് അംഗീകരിച്ച് നിന്റെ പരിശുദ്ധാത്മദാനം ഞങ്ങൾക്ക് നൽകണമേ. നിർമ്മല ഹൃദയത്തോടും ദിവ്യസ്നേഹത്തോടും അന്യോന്യ സമാധാനം നൽകുവാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വപ്കുല സുബാലോൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. മാളികയിൽ ശിഷ്യന്മാരോ ഉത്ഥാനത്തിൻ നാളുകളിൽ നാഥൻ കൽപ്പിച്ചാനേവം ശ്ലോമോ പ്രിയരെ നിങ്ങളിലീ ശ്ലോമോ വാഴ എന്നാളും ലോകാന്ത്യത്തോളം തന്നെ ശ്ലോമോ വാഴ എന്നാളും ലോകാന്ത്യത്തോളം തന്നെ അന്യോന്യം സ്നേഹിക്കണമേ. സ്നേഹം ബാർക്കുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദൈവമായി സമാധാനത്തിന് ശേഷം കാരുണ്യവാനായ കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, നീ ശാന്തി സമാധാനവും നിന്റെ സത്യസ്നേഹവും അനാദിതമായ നിന്റെ ദൈവത്വത്തിന്റെ സ്വാഭാവിക കരുണയും ലോകാവസാനത്തോളം ഞങ്ങളോടുകൂടെയും ഞങ്ങളുടെ ഇടയിലും ഉണ്ടാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും
സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വപുകുല സുബാനോൽമീ. രാജാതിരാജാവേ, കർത്താതി കർത്താവേ, തിരുവൻപാകെ വന്നിച്ച് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കരുണാപൂർവം ഞങ്ങളെ നീ കടാക്ഷിച്ച് ഹൃദയപടിപ്പോടും ശരീരവിശുദ്ധിയോടും കൂടി നിന്റെ പരിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വപുകുല സുബാനോൽമീ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൊണ്ടുവന്ന് ഈ വന്യപിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിയാതം വരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ അമഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ, 4 മുഖങ്ങളുള്ള ക്രോവേന്മാരും 6 ചെറുകുള്ള സ്രോപേന്മാരും നിന്റെ സന്നിധിയിൽ ചുറ്റി നിന്നുകൊണ്ട് നിർമ്മല കീർത്തനങ്ങളും ദൈവിക ഗാനങ്ങളും പാടി നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. അവരോടുകൂടെ ഞങ്ങളും ഗാദീശ പാടി നിന്നെ സ്തോത്രം ചെയ്യുവാൻ യോഗ്യരാകണമേ. മസാക്കീൻ നമുക്ക് വേണ്ടി കർത്താവ് വ്യത്യാസം കൂടാതെ മനുഷ്യനായി തീർന്നപ്പോൾ സ്ലീവായിലേക്ക് വന്ന ജീവദായകമായ തന്റെ കഷ്ടാനുഭവത്തിന് മുമ്പായി തൃക്കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് വക്സോ മുറിച്ച് ഭക്ഷിക്കുകയും തന്റെ ശിഷ്യന്മാർക്ക് നൽകുകയും ചെയ്തിട്ട് അവരോട്, നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്നരുളി ചെയ്തു. വർഹായി ദൽ അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം
വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായും താനെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് താൻ രുചിക്കുകയും ശിഷ്യന്മാർക്ക് നൽകുകയും ചെയ്തിട്ട് അവരോട്, നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുകയും, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും കടങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി ചൊരിയപ്പെടുന്ന എന്റെ പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ കാസ കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം ഞാൻ വരുന്നത് വരെ എന്റെ ഓർമ്മയെ അനുഷ്ഠിച്ചുകൊള്ളുകയും എന്നവരോട് കൽപ്പിച്ചു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർപ്പിനെ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, ബലഹീനരും പാപികളുമായ നിന്റെ ദാസരാവുന്ന ഞങ്ങൾ നിന്റെ മനുഷ്യാവതാര പ്രവർത്തനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് മനുഷ്യദേഹമുള്ള നിന്നോട് പ്രാർത്ഥിക്കുന്നു. കാലാവസാനത്തിൽ നീ വെളിപ്പെട്ട് എല്ലാവർക്കും അവരവരുടെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം നൽകുന്ന ആ സമയത്ത് നിന്റെ ആരാധകരായ ഞങ്ങളുടെ മേൽ ദയവ് തോന്നി നിന്റെ അവകാശത്തെ നീ സംരക്ഷിച്ചു കൊള്ളണമേ. അതിനുവേണ്ടി നിന്റെ സഭ മുഴുവനും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവാം ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധരുക, സ്വർഗമാകുന്ന മേളുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പുരനി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി നല്ലവനെ ദയവ് തോന്നി എന്റെ മേൽ അനുഗ്രഹം ചൊരിയണമേ. പരിശുദ്ധ റൂഹ വസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മശിഹാ തമ്പുരാന്റെ ശരീരമാക്കി തീർക്കുമാറാക്കട്ടെ. പരിശുദ്ധ റൂഹ വസിച്ച് കലർത്തപ്പെട്ട ഈ കാസായെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി തീർക്കുമാറാക്കട്ടെ. ഈ വിശുദ്ധ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനത്തിനും ആത്മശരീര സ്വസ്ഥതയ്ക്കും മനസ്സിന്റെ സ്ഥിരതയ്ക്കുമായി തീരണമേ.
വിശ്വാസികളായ നിന്റെ ജനങ്ങളിൽ ഒരുവൻ പോലും നഷ്ടപ്പെടുവാൻ ഇടയാകരുതേ. പരിശുദ്ധാത്മാവിനാൽ നിർമ്മലരായി നയിക്കപ്പെടുവാൻ ഞങ്ങളെ നീ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ ബബുകൂലസ്ബാൻ ലവൽമീ. ഇന്നും ഈ ആഴ്ചകാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളോ ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ നയിച്ചു വരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാർ ദൈവത്താൽ നിറഞ്ഞു പോരുന്ന നമ്മുടെ വാതിൽക്കുസാബന്മാർ നാദ്യോസിനു വേണ്ടിയും ആബോന്മാർ ബെസലിയോസിനു വേണ്ടിയും ആബോന്മാർ ഗിയോരോസിനു വേണ്ടിയും നമ്മളെ മേൽപ്പെട്ട ആബോന്മാർ ദാനാസിനു വേണ്ടിയും ഈ വന്ധ്യപിതാവ് മാറപ്രേം പിതാവിന് വേണ്ടിയും സത്യവിശ്വാസ ശേഷമുള്ള സകല എപ്പിസന്മാർക്ക് വേണ്ടി മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാർ കുറ്റമില്ലാത്ത ജീവിതത്താൽ വെടിപ്പിലും വിശുദ്ധിയിലും നിന്റെ ആളുകളെ മേയിച്ച് ഭരിക്കുമാറാകണമേ. നിന്റെ നാമത്തിന്റെ ബഹുമാനത്തിന് പ്രസാദകരമായ ആത്മീയ ആട്ടിൻകൂട്ടമായി വിശ്വാസികളായ ജനങ്ങളെ അവർ നിനക്ക് സമർപ്പിക്കുമാറാകണമേ. അവർ ഒരുമിച്ച് നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ ബബുകൂലസ്ബാലവൽമീ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ ഏർപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ജനങ്ങൾ തിരുമുൻപാകെ നാശം കൂടാതെ എപ്പോഴും ജീവിക്കണമേ. ഉത്തമനും മഹാകാരുണ്യവാനുമായ നാഥനനാഥനയിൽ നീ അവർക്ക് ചെയ്തു കൊടുക്കുന്ന നന്മകളെയും കാരുണ്യത്തെയും അവർ തിരിച്ചറിയുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ ബബുകൂലസ്ബാൻ ലവൽമീ. 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തും വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സഹഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളെ ഭരിക്കുന്നവർക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരുടെ സൈന്യങ്ങളെ സഹായത്തിന് അയച്ചു കൊടുക്കണമേ. കഠിന ഉപദ്രവങ്ങളിൽ നിന്നും അദൃശ്യനായ ബലയാറിൽ നിന്നും അവരെ രക്ഷിക്കണമേ. വിശ്വസ്ത സഭയുടെ ശത്രുക്കളുടെ ഗണികളിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ. പ്രശാന്തമായ സമാധാനത്തിലും ഐക്യമത്വത്തിലും പ്രത്യാശാപൂർവം ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂലസ്ബാലവൽമീ. ബാറയ്ക്കുമോർ ഭൂമിയിലെ സകലാംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളോളും വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും അനുഗ്രഹിക്കപ്പെട്ടോളും നിത്യകന്യകയും ഭാഗ്യതയുമായ ദേവമാതായും മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു.
അവളോടുള്ള പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവങ്കേലിയസ്ഥന്മാരെയും സഹദേന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനന്ദ നജമാന്റെ മുന്നോട്ടക്കാരനുമായ മാറിയുഹാനാൻ മാതാനെയും ശമാശന്മാലി പ്രധാനിയും സഹദേന്മാൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്തുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരെ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ് ലിഹായെയും ശേഷം സകല ശുദ്ധിവാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ഇഷ്ടന്മാരുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ സംബന്ധിപ്പിക്കണമേ. അവരോടൊരുമിച്ചുള്ള ആഹോരിക്ക് ഞങ്ങളെയും അർഹരാക്കണമേ. നിന്റെ രാജ്യത്തിൽ അവരെ പോലെ ആനന്ദം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂലസ്ബാലോൽമീ. കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടുന്നത് പ്രാപിച്ച് ശ്രമിക്കുന്നവരെയും നിക്കയാലും കുസ്തുന്തീനോ പോലീസിലും എഫേസസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുതുസുന്നോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചൊരുമ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊറുസലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലേമേസും ദിവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ഫെലിക്സിനോസും അന്തീമോസും യാവാനേസും വചനമായ ദൈവം ശരീരയായി തീർന്നു വന്ന് നമ്മുടെ കർത്താവ് ശിംശിയായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നതോ ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊറന്നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രീക്കീസ് മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോബ് പ്രധാനായും മാർ അപ്രേമും മാർ യാക്കോവും മാർ സാക്കും മാർ ബാലായും ദുഃഖിതന്മാർ തലോനായ മാർ ബർസവുമായും മാർ ശമവോൻ ദസ്തുനയും തെരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോമാർ ബെസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവനാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ഇവരുടെ മുമ്പ് ഇവരോടുകൂടെയും ഇവരുടെ പിൻപുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധ പിതാക്കന്മാരുടെ നേരായ പിന്നടികളിൽ നടക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അവരുടെ സത്യത്തെ കൗശലമായും വികടമായും ഞങ്ങളെ അതിരങ്ങൾ കൊണ്ട് വ്യത്യാസപ്പെടുത്തുവാൻ ഇടയാകരുതേ. എന്നാലോ നിനക്ക് പ്രീതികരമായ നിർമ്മലതയോടും നിഷ്കളങ്കതയോടും കൂടി നിന്റെ നാർവഴികളിൽ ഞങ്ങൾ സഞ്ചരിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂലസ്ബാലോൽമീ. അരൂപികളുടെയും സകലജനങ്ങളുടെയും ഇടയനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു.
അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായി സോനെ നാട്ടുവസിച്ച് പറയണം. വന്ദനായ ദൈവമേ, സകല വാങ്ങിപ്പോയവരും നിന്റെ കരുണയുടെ പ്രത്യാശയിൽ വിശ്രമിച്ച് നിന്റെ കരുണകൾക്കായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നതായ ആ ജീവകരമായ ശബ്ദം കേൾക്കുവാൻ അവരെ അർഹരാക്കണമേ. കൃപയോടെ ഞങ്ങൾക്ക് ശാന്തമായ അന്ത്യം നൽകി ദയാപൂർവം ഞങ്ങളുടെ കുറ്റങ്ങൾ മായ്ച്ചു കളയണമേ. ലോകത്തിൽ പാപം കൂടാതെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതോ നിന്റെ ഏകജാതൻ ഒരുവൻ മാത്രമാകുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. മനസ്സോടെ മനസ്സോടാതെ അറിവോടെ അറിവോടാതെ ഞങ്ങളോട് ചെയ്തുകൊണ്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ മരിച്ചുപോയവരിൽ നിന്നും പാപചുമടുകളെ നീക്കിക്കളഞ്ഞ് ഞങ്ങളുടെ നിയമലംഘനങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനും വിമോചകനുമായിരിക്കുകയും ചെയ്യണമേ. അതുമൂലം സകലത്തിലും ബഹുമാന്യവും വന്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവേ ശിംശിഹായോടും പരിശുദ്ധ റൂഹായോടും കൂടി ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാ കാലവും സ്തുതിച്ചു പുകഴ്ത്തി മഹത്വപ്പെടുത്തുമാറാകണമേ. ഹോശോ വബുകുല സുബാലവന്നി നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങളും കൃപകളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആദിമസഹദാ സ്തേഫാനോസ് ഹല്ലേലൂയ ഹല്ലേലൂയ തിരുനാളിൽ ചേർത്തിന്നെന്നെ ബാരക്കുമോ കുറിയേലാസോ സഹദാ
ബാറക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കാരുണ്യവാനായ കർത്താവേ, നീ സകലത്തിലും വരിയായി ആഘോഷിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുന്നവനാവുന്നുവല്ലോ. ദരിദ്രരും എളിയവരും നിന്റെ ദാസരുമായി ഞങ്ങളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നീ യോഗ്യരാക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ. കാരുണ്യവാനും മനുഷ്യ സ്നേഹമുള്ളവനുമായ കർത്താവേ, പരീക്ഷകളിൽ ഞങ്ങൾ പരാജയപ്പെടുവാൻ നീ അനുവദിക്കരുതേ. എന്നാലോ അഹങ്കാരിയായ ദുഷ്ടനിൽ നിന്നും വക്രതയും വഞ്ചനയും ഉള്ള അവന്റെ മാർഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തെന്നാൽ രാജ്യത്വവും ശക്തിയും മഹത്വവും നിന്റെയും നിന്റെ ഏകജാതിന്റെയും പരിശുദ്ധ റൂഹായുടേതും ആകുന്നുവല്ലോ. ഹോശോ അബ്ദുൽസുബാൻ നവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അടയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിനു മുമ്പ് വീണ്ടും കാരുണ്യവാനായ കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, തിരുമുൻപാകെ തലകുനിച്ചാ നിൽക്കുന്ന നിന്റെ വിശ്വാസികളായ ജനങ്ങളെ അനുഗ്രഹിക്കണമേ. അപകടങ്ങളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഈ വിശുദ്ധ കുർബാന വെടിപ്പോടുകൂടി ഞങ്ങൾ അനുഭവിച്ച പാപപരിഹാരവും വിശുദ്ധിയും പ്രാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യവും അന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. കുതിശേ കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ അമൂല്യമായ കഷ്ടാനുഭവം മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനും വിശുദ്ധിയും
അങ്ങയോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ഞങ്ങളെ സഹായിക്കണം.
അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരാകണമേ. ബാർക്കിമോർ വന്യനായ കർത്താവേ, നിന്റെ നിമിത്തം സകലന്മാർ വധിക്കപ്പെട്ടു. അധർമ്മികളായ രാജാക്കന്മാരെ ജയിപ്പാനായി നിന്റെ ദാസന്മാരെ നീ യോഗ്യരാക്കി തീർത്തു. പരിശുദ്ധ കുർബാന പോലെ അവരുടെ രക്തത്തെ കൈക്കൊള്ളുന്ന സകലന്മാരുടെ നായകനായ കർത്താവേ, അങ്ങേക്ക് സ്തുതി. തനിക്ക് ഞങ്ങളുടെ കാവൽപിതാവും അങ്ങയുടെ സഹായമായ മോർ സ്തേഫാനോസ് സഹോദരന്റെ ഓർമ്മ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബാർക്കിമോർ പ്രകാശവും പരിശുദ്ധന്മാരെ പ്രകാശിപ്പിക്കുന്നതിനുമായി ഞങ്ങളുടെ മെശിഹാ തമ്പുരാനെ, ഒരുവൻ തന്റെ സ്നേഹത്തിനു വേണ്ടി സ്വജീവനെ വെക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഹീനന്മാരും അയോഗ്യനുമായ നിന്റെ ദാസരാന്ന് ഞങ്ങളെ നീ പഠിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിന്നെ തന്നെ നീ വെറുമയാക്കി മരണത്തിന്റെയും പാപത്തിന്റെയും കഷ്ടതകളിൽ നിന്ന് അവയാൽ ഞങ്ങളെ രക്ഷിപ്പാനായി കഷ്ടതകളും സ്ലീബായും മരണവും നിനക്കായി നീ ഒരുക്കുകയും സഹോദരന്മാരെ നിന്റെ കഷ്ടാനുഭവങ്ങളെ അനുകരിക്കുന്നവരാക്കി തീർക്കുകയും ചെയ്തു. അവർ ലോകത്തെ ഉപേക്ഷിക്കുകയും മരണത്താൽ നിന്നെ കണ്ടെത്തുകയും ചെയ്തു. അവർ അവരുടെ കഴുത്തുകളെ രക്തത്തിൽ മാമോദിസമിടുകയും സത്യജീവനാകുന്ന അതിനെ സമ്പാദിപ്പാനായി അവരുടെ ജീവനെ നശിപ്പിക്കുകയും ചെയ്തു. ഇത് ഹേതുവായിട്ട് ഞങ്ങളുടെ രക്ഷിതാവായ മെശിഹാതമ്പുരാനെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ സഹോദരന്മാരുടെ പുണ്യമുള്ള രക്തം മൂലം നിന്റെ വിശുദ്ധ സഭയോട് നീ നിരപ്പാക്കണമേ. നിന്റെ അടുക്കൽ നിന്ന് സുസ്ഥിരമായ സമാധാനം അതിന് പ്രദാനം ചെയ്യണമേ. അതിൽ നിന്ന് നാശകരങ്ങളായ ശീഷ്മകളെ മായ്ച്ചു കളയണമേ. പാതാളവാതിലുകൾ അതിനോട് അശേഷം ബലം ചെയ്യാത്തതായ നിന്റെ സത്യവാഗ്ദാനത്തെ അതിന്റെ പക്കൽ നീ ഉറപ്പിക്കണമേ. നിന്റെ മോക്ഷത്തിൽ സന്തോഷിപ്പാനും നിനക്ക് എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനുമായി അവരോടുകൂടെ ഞങ്ങളെ വാങ്ങിപ്പോരെ യോഗ്യരാക്കണമേ. ബാർക്കിമോർ ഹോശോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. സമയമിതല്ലോ മോസ്തേഫാനോ സഹദാ പരിശുദ്ധന്മാരെ നിങ്ങൾ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ.
വന്യരായ കൊറപ്പിസ്കഫമാരെ, വന്യറമ്പാച്ചന്മാരെ, വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ വിശ്വാസികളുടെ സമൂഹമേ, കുടശനാട് സെന്റ് സ്റ്റീഫൻസ് ദേവാലയത്തിൽ ഈ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പങ്കെടുക്കുവാനും വിശുദ്ധ ബലി അർപ്പിക്കുവാനും ഈ വൈദിക സഹോദരങ്ങളോടുകൂടെയും നിങ്ങളോടുകൂടെയും എനിക്ക് കിട്ടിയ ഭാഗ്യമോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. സഹോദരന്മാരുടെ ആദ്യ ഫലം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന നിലയിൽ സ്തേഫാനോ സഹദയുടെ സ്ഥാനം ക്രൈസ്തവ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ അഗ്രഗണ്യമാണ് എന്നുള്ളത് തർക്കമില്ലാത്ത സംഗതിയാണ്. ക്രിസ്തുവേശുവിന് വേണ്ടി ആ യൗവനക്കാരൻ ക്രൂരമായി കല്ലേറ് സഹിച്ച് തന്റെ ജീവനെ വെടിയുകയാണ്. മരണത്തിന്റെ താഴ്വരയിലൂടെ അദ്ദേഹം യാത്ര ചെയ്ത ആ നിമിഷങ്ങളിൽ മരണത്തിന്റെ താഴ്വരയിലെ അന്ധകാരത്തിന്റെ കണികകളോ അല്ലെങ്കിൽ തന്റെ ശരീരത്തിൽ വന്നു ആഞ്ഞു പതിച്ച ക്രൂര കല്ലുകളോ ആക്ഷേപമോ നിന്നയോ പരിഹാസമോ ഒന്നുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വന്നത്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വന്നത് അതിമനോഹരമായ ഒരു സ്വർഗീയ ദർശനമായിരുന്നു എന്നത് ഒരു വലിയ കോൺട്രഡിക്ഷൻ ആയിട്ട് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വർഗം തുറന്നിരിക്കുന്നു, മാലാഖമാർ ദൈവത്തിന്റെ അടുക്കിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അദ്ദേഹം കാണുകയാണ്. എന്തോ ഒരു അത്ഭുതമാണ് ആ കാഴ്ച. സാധാരണഗതിയിൽ വേദന കൊണ്ട് പൊളയുന്ന, യാതൊരു രീതിയിലും ആശ്വാസത്തിന്റെ ഒരു വാക്കോ അല്ലെങ്കിൽ തനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു തുള്ളി കണ്ണീരോ കാണുവാൻ കഴിയാതെ സകലരാരും നിന്ദിതനായ കോമളരൂപിയായ ആ യൗവനക്കാരൻ ശമാശൻ ഈ ക്രൂരവേദനയുടെ താഴ്വരയിൽ കൂടെ നടക്കുമ്പോൾ കാണുന്നത് സ്വസ്ഥതയുടെ ഒരു മഹാ സ്ഥലം തന്നെയാണ്. ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് വേണ്ടിയിരിക്കുന്നത് ഒരു ഗോവണിയാണ്. ആ ഗോവണിയിലൂടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അദ്ദേഹം കാണുകയാണ്. ഇത്തരത്തിൽ രണ്ട് ഗോവണികളെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. ഒന്ന് യാക്കോബ് ബഥേലിൽ കണ്ടത്, രണ്ട് സ്തേഫാനോ സഹദ കണ്ടത്. പിതാക്കന്മാരുടെ വ്യാഖ്യാനത്തിൽ ഇത് രണ്ടും സഭയുടെ പ്രതീകങ്ങളാണ്. സഭയിലൂടെ സ്വർഗത്തിലേക്ക് കയറുവാനുള്ള സാധ്യതയെ കാണിക്കുന്നത്. ഞാൻ ആ ദൈവശാസ്ത്ര വശത്തിലേക്കല്ല കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ചിന്തിച്ചതൊരു സ്വാഭാവിക ചിന്തയാണ്. എന്തുകൊണ്ടാണ് ഈ വേദനയുടെ നടുവിൽ കിടന്ന് പൊളയുന്ന നേരത്തും ഈ സ്തേഫാനോസ് എന്ന യൗവനക്കാരന് ആ വേദന അത്ര ഗൗരവമുള്ളതായിട്ട് കാണാൻ കഴിയാതെ പോയത്? എന്റെ കാലിന് ഒരാഴ്ചയായിട്ട് ചെറിയൊരു അസ്വസ്ഥതയുണ്ട്. ചായലോട് ആശ്രമത്തിൽ ഇച്ചിരി ജോലി ചെയ്തപ്പോൾ എന്റെ കാലിൽ നന്നായിട്ട് തട്ട് കിട്ടി. അതിന്റെ ഒരാഴ്ചയിലേറെയായിട്ട് വേദന അനുഭവിച്ചാണ് ഇപ്പോഴും ഞാൻ ഇവിടെ നിൽക്കുന്നത്. എത്രയോ നിസ്സാരമാണ് ആ വേദന, പക്ഷേ അത് സഹിക്കാൻ എനിക്ക് പ്രയാസമാണ്. ഇത് നമ്മുടെ സാധാരണക്കാരുടെ സ്ഥിതിയാണ്. അങ്ങനെയെങ്കിൽ ഈ സാധാരണക്കാരനായ അസാധാരണക്കാരൻ എന്തുകൊണ്ടാണ് ഈ ക്രൂരവേദനയുടെ നടുവിൽ ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ സ്വർഗീയ ദർശനം കാണാൻ യോഗ്യനായി തീർന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു? ഒരു ചിന്ത മാത്രം ശ്രദ്ധയിൽ കൊണ്ടുവരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഭാരതീയ ചിന്തയോട് ചേർത്ത് വച്ച് ചിന്തിക്കുവാനും കൂടി ആഗ്രഹിക്കുകയാണ്. തന്റെ ശരീരത്തിൽ പതിച്ച കല്ലുകൾ ഉളവാക്കിയ വേദനയൊന്നും യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭാരതീയ ചിന്തയിൽ ഒട്ടുമിക്ക തത്വചിന്താ പദ്ധതികളിലും, അത് വേദാന്തത്തിലാണെങ്കിലും മറ്റുള്ള ഫിലോസഫിക് സ്കൂൾസിലാണെങ്കിലും ശരി, അവിടെയൊക്കെ ഈ ശരീരം ഒരു കേജാണ്, ഒരു കൂടാണ്. ആ കൂടിന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവാണ് നിത്യതയുള്ളത്. ആ ആത്മാവാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം. ഈ കാണുന്ന കൂട് ഇന്നല്ലെങ്കിൽ നാളെ അഴിഞ്ഞു പോകേണ്ടതാണ്.
അതുകൊണ്ട് ഈ ശരീരമാകുന്ന ഈ കൂടാരം അല്ലെങ്കിൽ ശരീരമാകുന്ന ഈ ബാഹ്യ ആവരണം അതിനേൽക്കുന്ന പോരായ്മകളെ, അതിനുണ്ടാകുന്ന കുറവുകളെ വലിയ കാര്യമായിട്ട് എടുക്കണ്ട എന്ന ധ്വനിയുള്ള ചിന്താ പദ്ധതികൾ ഭാരതീയ ചിന്തയിൽ ധാരാളം കാണുവാനായിട്ട് സാധിക്കും. 100% അതിനോട് ചേർന്ന് നിന്നുകൊണ്ടല്ലെങ്കിലും അതിനോട് ഒരു പരിധി വരെ അതിലെ ചില ആശയങ്ങളോട് ചേർന്ന് നിന്ന് ഈ വാക്യത്തെയും അല്ലെങ്കിൽ ഈ സംഭവത്തെയും ഞാൻ കാണുകയാണ്. എന്തുകൊണ്ട് സ്തെഫാനോ സഹവായിക്ക് തന്റെ ശരീരത്തിൽ ആഞ്ഞു പതിച്ച കല്ലുകൾ വേദനയുളവാക്കിയില്ല? കാരണം he was concerned more about the soul within the body. തന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആത്മാവിനെ കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ കൺസേൺഡ് ആയത്. ഏറുകൾ കൊള്ളുന്നത് ശരീരം, ആത്മാവോ സ്വസ്ഥതയിലാണ്. ആത്മാവ് ദൈവത്തോട് നിരന്തരം സംസർഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരിഹാസവും നിന്നെയും കല്ലേറും സംഭവിക്കുന്ന നേരത്തും അദ്ദേഹത്തിന്റെ ആത്മാവ് സ്വർഗത്തിൽ ദൈവത്തോട് ചേർന്ന് സംസർഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആ സ്വർഗീയ ദർശനത്തിന് അദ്ദേഹം യോഗ്യനായി തീർന്നത്. ചുരുക്കത്തിൽ പൗലോസ്ലീഹയുടെ വാക്കുകൾ കൂടെ കടമെടുക്കുകയാണെങ്കിൽ, ശരീരമാകുന്ന ഈ മൺകൂടാരം ഇന്നല്ലെങ്കിൽ നാളെ അഴിഞ്ഞു പോകേണ്ടതാണ്. എന്നാലൊരു വ്യത്യാസമേ ഉള്ളൂ. ഭാരതീയ ദർശനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഈ മൺകൂടാരവും ഒരു നാൾ കർത്താവിന്റെ അന്ത്യ കാഹളം മുഴങ്ങുന്ന നേരത്ത് ഒരു നാൾ ആ ശരീരവും തേജസ്സോടെ ഉദ്ധാനം ചെയ്യേണ്ടതാണ് എന്നൊരു സവിശേഷത അതിബാഹ്യമായ കൂടാരത്തിന് ശരീരത്തിന് ഉണ്ട്. എന്നാൽ വിശ്വാസത്തോടുകൂടി ശരീരത്തിൽ വസിക്കുന്ന നാളുകളിൽ നമ്മൾ കൂടുതൽ കൺസേൺഡ് ആവേണ്ടത് ഇതിനെ കുറിച്ചാണ്. ശരീരത്തെ നെഗ്ലക്ട് ചെയ്യുകയല്ല, ശരീരത്തെ ഉപേക്ഷിക്കുകയല്ല, എന്നാൽ we should concern more about the soul or the spirit than the body. ശരീരത്തെക്കാൾ കൂടുതൽ ആത്മാവിനെ കുറിച്ച് കരുതലുണ്ടാവുക, കൺസേൺഡ് ആവുക. ഇത് ക്രൈസ്തവ ആധ്യാത്മികതയ്ക്ക് അല്ലെങ്കിൽ സ്വർഗദർശനത്തിന് അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയാണ്. സ്തെഫാനോ സഹവായിക്ക് സാധിച്ചത് അതാണ്. തന്റെ ശരീരത്തിലാണ് കല്ലുകൊണ്ടത്, ആത്മാവിൽ കല്ലുകൊണ്ടില്ല. ശരീരത്തിനേറ്റ ക്ഷതങ്ങൾ ആത്മാവിനെ ബാധിച്ചില്ല. അതുകൊണ്ട് ആത്മാവിന് ദൈവസന്നിധിയിലേക്ക് ഉയർന്ന് ആ സ്വർഗീയ ദർശനം കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ആധ്യാത്മികതയുടെ അന്തസത്തയും. ശരീരത്തെ തൃണവൽക്കരിക്കാതെ തന്നെ ഈ ശരീരം നാളെ തേജസ്സോടെ ഉദ്ധാനം ചെയ്യേണ്ടതാണ് എന്ന ബോധ്യത്തോട് കൂടി തന്നെ ഈ ശരീരം ഒരു കൂടാരമാണ്. അതുകൊണ്ട് ശരീരം വിട്ടതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ല. ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും എന്റെ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുവാൻ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞ പൗലോസ്ലീഹായുടെ ആ സാക്ഷ്യത്തോട് ചേർത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാൽ ഇന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എല്ലാ കാര്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് മെത്രാപോലിത്തെ ആണെങ്കിലും ശരി, വൈദികനാണെങ്കിലും ശരി, ആത്മായ വിശ്വാസിയാണെങ്കിലും ശരി, സ്ഥാനമാനങ്ങൾക്ക് വ്യത്യാസമില്ലാതെ we are all concerned about body than the soul. ആത്മാവിനേക്കാൾ കൂടുതൽ കരുതൽ ഞാൻ എന്റെ ശരീരത്തിന് കൊടുക്കുന്നു എന്നതാണ് എന്റെ പരാജയത്തിന്റെ കാരണം. അതാണ് ദൈവദർശനം കിട്ടാതെ പോകുന്നതിന്റെ കാരണം. ശരീരത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആത്മാവിന്റെ പ്രാധാന്യത്തെ നിസാരമാക്കി കളയുന്ന അല്ലെങ്കിൽ മറന്നുപോകുന്ന ഒരു ക്രിസ്തീയ ശൈലി അറിഞ്ഞോ അറിയാതെയോ കടന്നുകൂടിയിട്ടുള്ളത് വലിയ അപകടകരമായ സംഗതിയാണ്. സ്നേഹമുള്ളവരെ, ഒരു കാര്യം അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നാം എല്ലാവരും ശരീരമാകുന്ന മൺകൂടാരത്തെ ഉപേക്ഷിക്കേണ്ട ആളുകളാണ്, വിട്ടുപിരിയേണ്ട ആളുകളാണ്. അങ്ങനെ ശരീരമാകുന്ന മൺകൂടാരത്തെ ഈ മണ്ണിൽ വിട്ടാലും ശരി, ആ ശരീരത്തിൽ വസിച്ച ആത്മാവ് അതിവിടെങ്ങും കിടക്കുകയില്ല. അത് പോകുന്നത് എവിടേക്കാണ്? കർത്താവിന്റെ സിംഹാസനത്തിന്റെ സന്നിധിയിലേക്ക്. മാവുകയിൽ ജീവിച്ചിരുന്ന ഫീലക്സിനോസ് എന്ന് പറയുന്ന പിതാവ്
തയ്യാറാക്കിയിട്ടുള്ള അനേക രഹസ്യ പ്രാർത്ഥനകൾ പാമ്പാക്കുട നമസ്കാരത്തിലുണ്ട്. അതിൽ തിങ്കളാഴ്ച പ്രഭാത നമസ്കാരത്തിൽ ചൊല്ലുവാനായിട്ട് പ്രത്യേകിച്ച് സന്നിസ്ഥരായ ആളുകളാണ് സാധാരണ ചൊല്ലുന്നത്, സാധാരണ വൈദികരും ചൊല്ലാറുണ്ട്. ആ തിങ്കളാഴ്ച നമസ്കാരത്തിന്റെ പ്രാർത്ഥനയിൽ അവസാന ഭാഗത്തെ ഒരു വരി എന്നെ വളരെയേറെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെന്റൻസ് ആണ്. അതിങ്ങനെയാണ്: എന്റെ കർത്താവേ, എന്റെ ആത്മാവ് എന്റെ ശരീരം വിട്ട് നിന്റെ അടുക്കൽ വന്ന് നിന്റെ സിംഹാസനത്തിന്റെ മുമ്പാകെ കുമ്പിടുന്നത് വരെ എന്തിനു വേണ്ടി? നീ അതിനോട് ചെയ്തു കൊടുത്ത കൃപകൾക്ക് വേണ്ടി, നീ അതിന് നൽകിയ കൃപകൾക്ക് വേണ്ടി നിന്റെ സന്നിധിയിൽ കുമ്പിടുന്നത് വരെ മാലാഖമാരുടെയും പരിശുദ്ധന്മാരുടെയും സഹായം നീ അതിന് കൊടുക്കണമേ. ഒരു വലിയ യാത്രയെ കുറിച്ചുള്ള വർണ്ണനയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് കൊടശനാട്ടിൽ നിന്ന് പന്തളത്ത് പോകുന്നത് പോലോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നത് പോലെയുള്ള യാത്രയല്ല. ഇവിടെ സഹയാത്രികരായിട്ട് ധാരാളം ആളുകളുണ്ട്. അത്ര പെട്ടെന്നൊന്നും ആരും ആക്രമിക്കാനായിട്ട് എത്തുകയില്ല. അഥവാ വരികയാണെങ്കിൽ തന്നെ അതിനെ കായികമായിട്ടോ അല്ലാതെയോ കൈകാര്യം ചെയ്യാനും നമുക്ക് സാധിക്കും. പക്ഷേ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് യേശു ക്രിസ്തുവാകുന്ന ആ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന കുഞ്ഞാടിന്റെ അടുക്കലേക്ക് ഒരു യാത്രയുണ്ട്. സംശയിക്കേണ്ട. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ യാത്രയുള്ളവരാണ്. ആ യാത്രയാണ് ഭയപ്പെടേണ്ടത്. ആ യാത്രയെ കുറിച്ച് എഴുതിയിരിക്കുന്നു: അന്തരീക്ഷത്തിലെ ഒളിവിടങ്ങളിൽ പതിയിരിക്കുന്ന ദുഷ്ടശക്തികൾ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്റെ കർത്താവേ, എന്റെ ശരീരം വിട്ട് ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്യുന്ന നേരത്ത് എന്നെ പിടികൂടാനായിട്ട് ഏതൊക്കെ ദുഷ്ടശക്തികളാണോ ഇരിക്കുന്നത്. ഞാൻ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങൾ നിമിത്തം, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ നിമിത്തം ഏതെല്ലാം ദുഷ്ടാത്മാക്കൾ എന്നെ ഇങ്ങനെ വലിച്ചു കീറാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടത്തി എന്റെ ആത്മാവിനെ വലിച്ചു കീറാനായിട്ട് കാത്തിരിക്കുകയാണോ? ഇടയ്ക്കൊരിക്കൽ ആശ്വാസം വരും, അങ്ങനെ എന്നെ കളയുകയില്ല. എന്റെ കർത്താവ് ഞാൻ ശരീരം വിട്ടങ്ങോട്ട് ചെല്ലുമ്പോൾ എന്റെ ആത്മാവിനെ സമാധാനത്തോടെ ആ സിംഹാസനത്തിന്റെ സന്നിധിയിലേക്ക് ആനയിക്കുവാനായിട്ട് ശുദ്ധിമതിയായ മാതാവിനെയും ഗബ്രിയേൽ മാലാഖയെയും വീരനായ മീഖായേൽ മാലാഖയും പരിശുദ്ധനായ പരിമളത്തിരുമേനെയും നമ്മുടെ പുണ്യവെള്ളപ്പിതാക്കന്മാരുടെയും ഒരു വലിയ സംഘം എന്നെ സ്വീകരിക്കാൻ കാണുമെന്ന് ഇടയ്ക്ക് ഞാൻ സ്വപ്നം കാണാറുണ്ട്. നീ അവിടെ ചെല്ലുന്ന നേരത്തെ അറിയാം സ്വീകരിക്കാൻ വരുന്നത് ഈ രണ്ട് കൂട്ടരിൽ ഏത് കൂട്ടരാണെന്നുള്ളത്. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് പുണ്യവെള്ളപ്പിതാക്കന്മാര് പറഞ്ഞത്, എന്റെ ആത്മാവ് ശരീരം വിട്ട് നിന്റെ സന്നിധിയിൽ വന്ന് നീ അതിന് ചെയ്തു കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും വേണ്ടി നിന്നെ നമസ്കരിക്കുന്നത് വരെ നിന്റെ മാലാഖമാരുടെയും പരിശുദ്ധന്മാരുടെയും സഹായം അതിന് നീ നൽകണമേ. അന്തരീക്ഷത്തിലെ ഒളിവിടങ്ങളിൽ പതിയിരിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് പ്രതീകാത്മകമായി ശവസംസ്കാര ശുശ്രൂഷയിൽ തൈലം ഒഴിക്കുന്ന ശൈലി നമുക്കുണ്ട്. സ്നേഹമുള്ളവരെ, ഇതെല്ലാം ദ്യോതിപ്പിക്കുന്നത്, ഇതെല്ലാം യഥാർത്ഥത്തിൽ കാണിച്ചു തരുന്നത് എന്താണ്? ശരീരത്തിൽ വസിക്കുന്ന നാളിൽ ഈ മൺകൂടാരമായിരിക്കുന്ന ശരീരത്തേക്കാൾ, പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന ഈ ശരീരത്തേക്കാൾ നമ്മൾ കൺസേൺഡ് ആവേണ്ടത് അതിന്റെ ഉള്ളിൽ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയ ആത്മാവിനെ കുറിച്ചാണ്. ഇവിടെ ഇതാ സ്തെഫാനോസ് സഹദാ തന്റെ ശരീരത്തെ കുറിച്ച് അദ്ദേഹം കൺസേൺഡ് അല്ല. അതുകൊണ്ട് എത്ര കല്ലേറ് കിട്ടിയിട്ടും എത്ര പരിഹാസവും നിന്നെയും സഹിക്കേണ്ടി വന്നിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ച് അതായിരുന്നില്ല അദ്ദേഹത്തിന്റെ കൺസേൺ. പക്ഷേ അദ്ദേഹം കൺസേൺഡ് ആയത് തന്റെ ജ്വലിക്കുന്ന വിശുദ്ധി നിറഞ്ഞ ആത്മാവിനെ കുറിച്ചാണ്. ആ ആത്മാവിൽ അദ്ദേഹം കാണുകയാണ്, അയ്യോ, തന്നെ സ്വീകരിക്കുവാനായിട്ട് സ്വർഗത്തിൽ നിന്നൊരു ഗോവണി തന്നെ വന്നിരിക്കുന്നു. ആ ഗോവണിയിലൂടെ മാലാഖമാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണ്. അധികം വൈകാതെ ആ ഗോവണിയിലൂടെ താനും ആരോഹണം ചെയ്ത് യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരുമെന്നുള്ളൊരു ധൈര്യം ഈ സഹദായിക്ക്, സ്തെഫാനോസ് സഹദായിക്കുണ്ടായി.
വാത്സല്യമുള്ളവരെ, കാലം മാറി വരികയാണ്. ഇന്നലകളല്ല ഇന്നുകളല്ല നാളകൾ എന്ന് നമുക്കറിയാം. ഏതാനും വർഷം മുമ്പ് വരെ ഉന്നത മൂല്യങ്ങൾ എന്ന് നാം കരുതിയിരുന്ന പലതും ഇന്ന് കാറ്റിൽ പറന്ന് മൂല്യമല്ലാതായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ അതിവേഗം മാറി മറിഞ്ഞു വരുന്ന സാമൂഹിക, ആധ്യാത്മിക, ധാർമ്മിക തലങ്ങളിൽ മാറ്റമില്ലാത്തത് ഈ ഒരു സത്യം. കൺസേൺ മോർ അബൌട്ട് ദ സോൾ വിത്തിൻ ദ ബോഡി ദാൻ ദ ബോഡി ഇറ്റ്സെൽഫ്. ശരീരത്തെക്കാൾ കൂടുതൽ ആത്മാവിനെ കുറിച്ച് കരുതൽ ഉണ്ടാവുക. ഈ ആത്മാവാണ് നമുക്ക് ദൈവസന്നിധിയിൽ ചെന്ന് അവന്റെ സന്നിധിയിൽ കുമ്പിടേണ്ടത്. ഈ ശരീരമാകട്ടെ അത് തള്ളിക്കളയുകയല്ല, അത് കല്ലറയിൽ വിശ്രമിച്ച് അന്ത്യകാഹളം മുഴങ്ങുന്ന നേരത്ത് കർത്താവിന്റെ ശരീരരക്തങ്ങൾ അതിന് കിട്ടിയിട്ടുള്ളത് കൊണ്ട് അത് തേജസ്സോടെ ഉദ്ധാനം ചെയ്തുകൊള്ളും. അതേക്കുറിച്ച് വേവലാതിപ്പെടേണ്ട. അത് കർത്താവിന്റെ ശരീരരക്തങ്ങൾ ഈ ശരീരത്തിനുള്ളത് കൊണ്ട് അത് തേജസ്സോടെ ഉദ്ധാനം ചെയ്യും. പക്ഷേ കൺസേൺഡ് ആകേണ്ടത് ഈ ആത്മാവിനെ കുറിച്ചാണ്. അങ്ങനെ തേജസ്സോടെ ഉദ്ധാനം ചെയ്യുന്ന ശരീരത്തിലേക്ക് വീണ്ടും വന്ന് പാർക്കുവാനായിട്ട് വരുന്ന ആത്മാവ് എവിടെ നിന്ന് വരുന്നു? കർത്താവിന്റെ സിംഹാസനത്തിന്റെ സന്നിധിയിൽ നിന്നാണോ, അതോ അന്തരീക്ഷത്തിലെ ഒളിവിടങ്ങളിൽ പതിയിരിക്കുന്ന ദുഷ്ടശക്തികളുടെ പിടിയിൽ നിന്നാണോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്തേഫാനോ സഹദാ നമുക്ക് തരുന്ന ദൂത് ഇതാണ്: ശരീരത്തേക്കാൾ ആത്മാവിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ശ്രദ്ധയുള്ളവരാവുക. അങ്ങനെയെങ്കിൽ ശരീരം കൊണ്ട് നേരിടേണ്ടി വരുന്ന ഏത് കഷ്ടതകളുടെ നടുവിലും സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ഗോവണി കാണുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ആ ഗോവണിയിലൂടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. കർത്താവേ, എന്റെ ആത്മാവ് എന്റെ ശരീരം വിട്ട് നിന്റെ സന്നിധിയിൽ എത്തിച്ചേർന്ന് നീ അതിന് ചെയ്തു കൊടുത്ത എല്ലാ കൃപകൾക്കും വേണ്ടി നിന്റെ സന്നിധിയിൽ കുമ്പിടുന്നത് വരെ നിന്റെ മാലാഖമാരുടെയും പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും സഹായം എന്റെ ആത്മാവിന് നീ നൽകണമേ. അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇപ്പോൾ ശരീരത്തിൽ വസിക്കുന്ന ഞാൻ എന്റെ ശരീരത്തെക്കാൾ എന്റെ ആത്മാവിനെ കുറിച്ച് കൂടുതൽ ബോധവാനാകുവാൻ നിന്റെ ആത്മാവിൽ എന്നെ സഹായിക്കണമേ. ഈ പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്കുകളെ നിർത്തുന്നു. സർവശക്തൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും ഹാലേലൂയ ഹാലേലൂയ. നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ, നിന്ദാസൻ ദാവീദിൻ മൂലം ശുചിയോടു ശുദ്ധ്യാപസ്കൃതിശ നിർമ്മലമദ്ബഹായിൽ കർത്തൃ ശ്രീശുശ്രൂഷിച്ചോര വൈദികരെ പിച്ചൊല്ലുവ നീറിപ്പാകെ വാരയ്ക്കുമോ ഭംഗ്യാ ദൈവസ്ഥ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ മക്കളിൽ അപ്പനും കൃപ
ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലെ നിൻ കൃപയിൽ രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ ജീവിപ്പാനെഴുന്നള്ളും രാജാ ദേവനാഥൻ മുൻപും നാദം കേട്ടിട്ട് ഭംഗിയണിഞ്ഞെതിരെ പാല പോയിടും മുറിയോറാകെ പരമാതിരേ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം കൊണ്ടാടി മരിച്ചോരും കൈകൊണ്ടീടേണം. ബാരക്കുമോർ ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവുമേ, നീക്ക് ഞങ്ങളുടെ ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈ കൊള്ളോരിൽ വാസം ചെയ്യും നീടാ
പറയണം. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ വർഗത്തിന്റെ പുതുക്കത്തിനും നിത്യമായ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്ന ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്നോ നിന്റെ ദാസർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ തിരുവൻപാകുള്ള സമ്മതിക്കും വേണ്ടി വിലയേറിയ നിന്റെ ശരീരത്തെ അനുഭവിപ്പാൻ നോക്കി പാർക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വർത്തൃക്കൾ നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. നമ്മുടെ രക്ഷകരമായ യേശുമിശിഹായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ നൽകുന്നവരുടെ മേലും പരിശ്രമിച്ച ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ ഉയരത്തിൽ പന്മാവിൻ ഉന്നതിയും മഹിമാവിൻ സഹദേവാർക്കും ബ്രദറിൽ കരുണയുമുണ്ടാക. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവിലേക്ക് ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചു വന്ന നിന്റെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തു വന്ന പുണ്യമുണ്ടാക്കുന്ന തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ശരണം നീ തന്നെ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും നിനക്കാക്കനെ അർപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ കുർബാനാനുഭവം ഞങ്ങളുടെ കടങ്ങൾക്ക് മോചനത്തിനും പാപങ്ങളുടെയും സകല നിയമനങ്ങളുടെയും പരിഹാരത്തിനും നിന്റെ ഏകജാതന്റെയും തിരുനാമമോത്തത്തിനുമായി തീരുമാറാകണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബ്കുല സുബാലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താനുമാകെ നാം തലകുനിക്കണം. ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി തീർന്ന നിന്റെ ബലിയർപ്പണം മൂലം ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളെ രക്ഷിതാവാകുന്ന ദൈവമായ കർത്താവേ, സകല വിനാശത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് തിരുനാമത്തിന് ഞങ്ങളെ ആലയങ്ങളാക്കി തീർക്കണമേ. ഞങ്ങൾ നിന്റെ ജനവും അവകാശവുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ബഹുമാനവും ആധിപത്യവും കരേറ്റുന്നു.
Osho Babukula Subhanallah. നീതിമാരാ തവ തിരുഹൃദയേ ജീവജലാമൃതമൊഴുകുകയാ നീർത്തോടിനുമാനുഴനുമ്പോ ഞാനുമണഞ്ഞതു നുകരാനായി കനവും നിനവും നീ മാത്രം കരയും കരളിനു മധുരം നീ കരുണകളാനിൻ പുതുമന്ന അവനിലെന്നും ചൊരിയണമേ. കനിവിൻ കലവറയിൽ കിനിയും കൃപയിൻ ജലമലിവാ നൽകി എന്നാത്മാക്കറകള നീക്കി നിർമ്മല ചിത്തം നൽകണമേ. സ്മൃതികളിൽ ഞങ്ങൾ സ്തുതി പാടാം വ്യഥകളിലും നിൻ സ്തുതി പാടാം. സ്തുതിയും സ്തോത്രവും ഉടയോനും ദയയും കാവലുമടിയാക്കും. നിർധനയാ വിധവയുടെ ചില്ലി കാശിനു തുല്യമതായി നിന്തിരു സഭയുടെ സുതരിൽ ഈ തിരുബലിയെ കൈക്കൊള്ളുക. കാഴ്ചയിൽ കർത്താവേ നിൻ തിരുവുള്ളം തുഷ്ടിപ്പെട്ട് നല്ല മരിച്ചോ പുണ്യപേ എന്റെ വത്സല സഹോദരങ്ങളെ, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണത്തോടും തണ്ണീർ കുടികളോടും കൂടെ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുവിൻ. ദൂരസ്ഥരോടും സമീപസ്ഥരും മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും കർത്താവ് യേശുമിശിഹായുടെ ജയമുള്ള സ്ലീവായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റൂഷ്മായാൽ അന്തരിടപ്പെട്ടവരുമേ, ഈ പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, പാപങ്ങളെ ക്ഷമിക്കും. വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയും ആകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണ കൈക്കൊള്ളപ്പെടുമാറാവട്ടെ. നിങ്ങൾ തെളിഞ്ഞ് തൃപ്തരായി സമാധാനത്താലെ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും